അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് എന്തിന്? മനുഷ്യൻ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മനുഷ്യനെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത് എന്തിന്? മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അവന് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനു വേണ്ടിയാണ് അവർക്ക് വേണ്ട സർവ്വവിധ സജ്ജീകരണങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കിയിട്ടുള്ളത്. ജീവിതം അപ്രകാരമാക്കി തീർക്കുമ്പോൾ മാത്രമേ അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സൃഷ്ടികളായ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഒമാ ഖലഖതുൽ ജിന്നി വൽ ഇൻസി ഇല്ലാ ലിയഅ്ബുദുനി. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് ആരാധിക്കാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ നന്മയും തിന്മയും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. അവയിൽ തന്നെ തിന്മകളിലേക്കുള്ള ചിന്തകളാണ് പലരിലും കൂടുതലായി അടങ്ങിയിട്ടുള്ളത്. തെറ്റുകൾ വന്നു പോവുക എന്നത് മനുഷ്യ പ്രകൃതമാണെന്നർത്ഥം. പക്ഷേ അവയിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു നടക്കാൻ അള്ളാഹു തൻ്റെ അടിമകളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഓരോ അടിമയും തന്നോടടുക്കുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. എൻ്റെ ദാസൻ എന്നോടൊരു ചാൺ അടുത്താൽ ഞാൻ അവനോട് ഒരു മുഴം അടുക്കുമെന്നും അവൻ എന്നോട് ഒരു മുഴം അടുത്താൽ ഞാൻ അവനോട് അതിലും കൂടുതൽ അടുക്കുമെന്നും അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരടിമ അള്ളാഹുവിൽ നിന്ന് ഒരു ചാൺ അകന്നാൽ അള്ളാഹു അവനിൽ നിന്നും ഒരു മുഴം അകലുകയില്ല. മറിച്ച് അടിമ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഒരു ചാൺ ദൂരെ തിരികെ വന്നാൽ വീണ്ടും അള്ളാഹുവിൻ്റെ സവിധത്തിലെത്താവുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തിരിച്ചുപോക്കാണ് തൗബ അല്ലെങ്കിൽ പശ്ചാത്താപം എന്നതുകൊണ്ട് ഇസ്ലാം വിവക്ഷിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, പാപം ചെയ്തവൻ അതിൽ നിന്നും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവൻ അള്ളാഹുവിലേക്ക് മഹത്തായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. പാപം ചെയ്യാനുള്ള തൃഷ്ണ ഓരോരുത്തരിലും അന്തർലീനമാണ്. ചുരുക്കം പേർക്ക് മാത്രമേ തെറ്റിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമാകൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മലക്കുകൾ പാപമുക്തരാണ്. എന്നാൽ മനുഷ്യരിൽ പ്രവാചകന്മാർ മാത്രമേ പാപത്തിൽ നിന്നും സുരക്ഷിതരാവുന്നുള്ളൂ. പാപം ചെയ്യരുതെന്ന കൽപ്പനയേക്കാൾ വിശുദ്ധ ഖുർആൻ ഊന്നൽ നൽകുന്നത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നതാണ്. ഇസ്ലാമിൽ തൗബയും ഇസ്തിഗ്ഫാറും ഓരോ വ്യക്തിക്കും സദാസമയവും നടത്താവുന്നതാണ്. മറ്റൊരാളുടെ ഇടപെടലോ മറ്റോ ഇതിനാവശ്യമില്ല. നിഷ്കളങ്കമായ ഹൃദയത്തോടെ നാഥനെ സമീപിക്കുക മാത്രമേ ഒരു പാപിയിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നുള്ളൂ. തെറ്റുകൾ ന്യായീകരിക്കാൻ ആരെക്കൊണ്ടും പറ്റും. എന്നാൽ അത് മനസ്സിലാക്കി തിരുത്തുന്നതാണ് പ്രയാസം. നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ തെറ്റുകളിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ നേർമാർഗം പകർന്നു തന്ന ആരംഭപ്പൂവായ ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദീനിൻ്റെ നേർവഴിയിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഹിറു ദഅ്വാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.